എന്ന് സ്വന്തം പല്ലവി. രചന ലില്ലി. ലെറ്റർ വാങ്ങാതെ നിൽക്കുന്ന സൂരജിനെ നോക്കി അയാൾ വീണ്ടും ചോദിച്ചു. സൂരജിൻ്റെ ഇതുവരെയുള്ള ഭാവം മാറി ചുണ്ടിൽ പരിഹാസം നിറഞ്ഞ ചിരി വിടർന്നു. എനിക്കൊന്നും പറയാനില്ല സാറേ. ചെയ്യാനുള്ളതെല്ലാം ദേ ഇവള് ചെയ്തു. ബാക്കിയുള്ളത് ഇവളുടെ തന്തയുടെ രാഷ്ട്രീയ വിഴുപ്പലക്കലിൻ്റെ കൂലിയായി സാറും ചെയ്തു കൊടുത്തു. ഇനി എൻ്റെ വക വേറെ പ്രഹസനം എന്തിനാ പ്രിൻസിപ്പൽ സാറേ? ഇനി എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ മാപ്പുസാക്ഷിയാവാനോ മനസ്സില്ല ഈ സൂരജിന്. ഈ ഇരിക്കുന്ന തീരെ ഉളുപ്പില്ലാത്ത പീറപ്പെണ്ണിനോട് മാപ്പ് പറയേണ്ട ഗതികേട് വന്നാൽ ദാണ്ടേ ഈ മൂക്കിന് താഴെ അങ്ങ് ഞാൻ ചൊരച്ചിറക്കും. പടക്കം പൊട്ടുന്ന സൂരജിൻ്റെ ഡയലോഗിനു മുന്നിൽ പ്രിൻസിപ്പൽ സാർ വിളറി വെറുത്തു. തലക്ക് കിട്ടിയതിനേക്കാൾ വലിയ പൊട്ടൽ കരണത്ത് കിട്ടിയ പോലെയുള്ള ആഘാതത്തിൽ ഗംഗയും തറഞ്ഞിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കാണാം. സസ്പെൻഷൻ ലെറ്റർ ഒരു പ്രത്യേക സ്റ്റൈലിൽ തട്ടിപ്പറിച്ചെടുത്ത് സൂരജ് ഒരു ഹീറോയുടെ പരിവേഷത്തോടെ പുറത്തേക്ക് പോയതും അപമാനത്തിൻ്റെ വേവിൽ ഗംഗ ഒന്നുലഞ്ഞു. ഓഫീസ് റൂമിൻ്റെ വാതിൽക്കൽ അകത്ത് നടന്നതെല്ലാം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ വെപ്രാളത്തോടെ നിൽക്കുന്ന പല്ലവിക്കരികിലേക്ക് അവൻ ദേഷ്യത്തോടെ നടന്നെടുത്തു. ആഹാ, നീന്തി ദേവത ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അവൻ്റെ ജ്വലിക്കുന്ന നോട്ടത്തിനു മുന്നിൽ അവൾ നീറിപ്പുകഞ്ഞു. നീ ഒരു പാവമാണെന്നാ എൻ്റെ ധാരണ. തെറ്റിയല്ലോടി. അല്ല, എനിക്കെതിരെ സാക്ഷി പറഞ്ഞതിന് എത്ര തന്നു നിനക്കവള്? വല്ല 1000-ഓ 2000-ഓ തന്നു കാണും. അതോ വല്ല ചുരിദാറോ സാരിയോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞോ? അല്ലേലും നിന്നെപ്പോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസികളൊക്കെ നക്കാപ്പിച്ച കിട്ടിയാൽ എന്തിനും തയ്യാറാണല്ലോ ആട്ടക്കാരി. കടപ്പല്ല് ഞെരിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ കേൾക്കെ 1000 കൂടങ്ങൾ നെഞ്ചിലേക്ക് ആർത്തടിക്കുന്ന നോവിൽ അവളുടെ ഹൃദയം പൊട്ടിയടർന്നു. ഉയർന്നു വന്ന ഏങ്ങലുകൾക്കൊപ്പം കവിളുകളിലൂടെ ഉരുണ്ടു വീണ നീർത്തുള്ളികൾ അമർത്തി തുടച്ചു. ദൂരേക്ക് നടന്നകലുന്ന സൂരജിനെ നോക്കി ഞാൻ മൗനമായി വരാന്തയിൽ നിലയുറപ്പിച്ചു. ഇത്രയൊക്കെ അപമാനിക്കാൻ മാത്രമുള്ള തെറ്റ് ഞാൻ അവനോട് ചെയ്തിട്ടുണ്ടാകുമോ? തെറ്റിനും ശരിക്കും ഇടത്തിലുള്ള നൂൽപാതയിലൂടെ എൻ്റെ മനസ്സ് നിയന്ത്രണമില്ലാതെ സഞ്ചരിച്ചു. പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അവൻ്റെ മനസ്സിലെ വേർതിരിവ് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ താങ്ക്സ് പല്ലവി, നീ ചെയ്ത ഉപകാരത്തിന്, നിന്റെ ബെഞ്ച് മേറ്റിന് ഒരു പണി കൊടുക്കാൻ കൂടെ നിന്നതിന്. ചുണ്ടിൽ വക്രതയോടെ തലയിലെ മുറിവിൽ ചുറ്റിയിരുന്ന വെള്ളത്തുണി നിസ്സാരമായി അഴിച്ച് വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു കണ്ണുറുക്കി കൗശലത്തോടെ ചിരിക്കുന്ന ഗംഗയ്ക്ക് മുന്നിൽ ഞാൻ ഞെട്ടലോടെ നിന്നുപോയി. നെറ്റിയുടെ ഇടതുവശത്തായി ബാൻഡേഡ് ഒട്ടിച്ചിരിക്കുന്ന നിസ്സാരമായൊരു മുറിവ്. അകത്ത് നടന്നതൊക്കെ മനഃപൂർവ്വം ഗംഗ കെട്ടിച്ചമച്ച നാടകമായിരുന്നെന്നും തന്നെയും അതിൽ കരുവാക്കിയതാണെന്നും ഞാനൊരു ഉൾക്കിടിലത്തോടെ മനസ്സിലാക്കി. സൂരജിനെതിരെ ശക്തമായൊരു സാക്ഷിമൊഴിയായി ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു എന്ന സത്യം എൻ്റെ ഹൃദയഭാരം കൂട്ടി. ക്ലാസ്സിലേക്ക് തിരികെ കയറാതെ ലൈബ്രറിയിലേക്ക് പോയി. എന്തോ മനസ്സ് ശാന്തമാകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല എന്ന് അമ്മയോട് കള്ളം പറഞ്ഞ് കട്ടിലിലേക്ക് വീണു. അന്നത്തെ പ്രശ്നങ്ങൾ കാട്ടുതീ പോലെ കോളേജ് ആകമാനം പടർന്നു. സ്വന്തം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്നവനെതിരെ സാക്ഷി പറഞ്ഞ എന്നെ എല്ലാവരും വെറുപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വോളിബോൾ കോർട്ടിനടുത്തുകൂടി പോയപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സിദ്ധുവേട്ടൻ എന്നെ തടഞ്ഞു നിർത്തി. എൻ്റെ മുഖത്തെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒരു ചിരിയോടെ എന്നോട് പറഞ്ഞു, എന്തിനാ പല്ലവി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാൻ നിൽക്കുന്നേ? ഗംഗയെ പറ്റി നിനക്ക് എന്തറിയാം? സൂരജിൻ്റെ ഭാഗത്തെ ന്യായം എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നോക്ക്, പല സംസ്കാരമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ കോളേജാണിത്. നിന്റെ നിഷ്കളങ്കത്വം നിനക്ക് തന്നെ വിനയാവാതെ നോക്കണം. സങ്കടപ്പെടണ്ട കേട്ടോ. മറുപടിയായി ഒന്നും മിണ്ടാതെ ഞാൻ തല കുലുക്കിയതും തിരികെ കളിക്കാൻ ഇറങ്ങിയ സിദ്ധുവേട്ടൻ്റെ വാക്കുകൾ എന്നെ കൂടുതൽ തളർത്തി. ഒന്നും വേണ്ടിയിരുന്നില്ല. ഇടയ്ക്കെപ്പോഴോ മനസ്സിലേക്ക് ഓടി വന്ന സൂരജിൻ്റെ വാക്കുകൾ വീണ്ടും എന്നെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും ബെഞ്ചിൻ്റെ ഒരറ്റം പോലെ മനസ്സും ശൂന്യമായിരുന്നു. ഞാൻ കാരണം നിരപരാധിയായ സൂരജിന് സസ്പെൻഷൻ കിട്ടിയല്ലോ എന്ന ചിന്ത എന്നെ കൂടുതൽ വിഷമത്തിലാഴ്ത്തി. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും മനസ്സ് സഞ്ചരിക്കുന്ന പാതകളെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. പഠനത്തിൽ തുടക്കം തന്നെ പാളുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പഠിപ്പിക്കുമ്പോഴുള്ള അശ്രദ്ധയും അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമറിയാതെയുള്ള മിഴിച്ചു നിൽപ്പും ക്ലാസ്സിൽ കോമാളിയായൊരു വിദ്യാർത്ഥിനിയായി ഞാൻ മാറാൻ അധിക കാലതാമസം വേണ്ടി വന്നില്ല.
നേരം വൈകിയുള്ള ജോലിയും വീട്ടിലെ പ്രശ്നങ്ങളും ഒപ്പം എൻ്റെ താല്പര്യമില്ലായ്മയും എല്ലാം അതിന് കാരണമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഗംഗയെ കണ്ടെങ്കിലും എനിക്ക് മുഖം തരാനോ സംസാരിക്കാനോ മുതിരാതെ അവൾ എന്നെ അവഗണിച്ചു. അഹങ്കാരിയായ ഗംഗ സത്യനാഥിൻ്റെ വീരസാഹസിക കഥകൾ പലരിൽ നിന്നും അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്ന പൂർണ്ണബോധ്യം എന്നിൽ നിറഞ്ഞു. എന്തോ വിധിയുടെ വിളയാട്ടം ഞങ്ങളിലേക്ക് വീണ്ടും ആരംഭിക്കാൻ തുടങ്ങിക്കാണും. അച്ഛൻ്റെ രോഗം വീണ്ടും മൂർച്ഛിക്കുന്നു. ഓരോ രാത്രികളും വേദന കൊണ്ടു പിടയുന്ന അച്ഛനെ കാണുമ്പോൾ ദൈവം എന്ന ശക്തിയോട് പോലും വെറുപ്പ് നിറയുന്നുണ്ടായിരുന്നു. ഇനിയും ഈ പാവത്തെ നരകിപ്പിക്കാതെ തിരികെ വിളിക്കാൻ മനമുരുകി ആ ദൈവങ്ങളോട് അപേക്ഷിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ആ ദിവസം പതിവിലും നേരത്തെ ഞാൻ ക്ലാസ്സിലേക്കെത്തി. ആരുമായും അടുപ്പമോ സൗഹൃദമോ എനിക്കില്ലായിരുന്നു. ലൈബ്രറിയിലോ ക്യാൻറ്റീനിലോ കോളേജ് ഗേറ്റിലോ വെച്ച് കാണുമ്പോൾ എന്നിലേക്ക് ഓടിവരുന്ന സിദ്ധുവേട്ടൻ പലപ്പോഴും എനിക്ക് അത്ഭുതമായിരുന്നു. ചില കണ്ണുകളിൽ ആ കാഴ്ച അസൂയ പടർത്തുമ്പോൾ എന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന ഞാൻ കൂടുതൽ അടുപ്പം കാണിക്കാതെ സിദ്ധുവേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കും. സൂരജ് വരുന്നതും കാത്ത് ഞാനിരുന്നു. അവൻ്റെ വാക്കുകൾ എന്നിൽ മുറിവേൽപ്പിച്ചുവെങ്കിലും എൻ്റെ മനസ്സ് അവനോട് മാപ്പ് പറയാൻ വെമ്പൽ കൊണ്ടു. ആദ്യ പീരീഡ് അവൻ എത്താഞ്ഞത് എന്നിൽ നിരാശ പടർത്തിയെങ്കിലും അതിനുശേഷമുള്ള പീരീഡിൽ അകത്തേക്ക് കയറി വന്ന സൂരജിനെ ക്ലാസ്സിലുള്ള എല്ലാവരും കൗതുകത്തോടെ നോക്കി. ഒരു കടും നീല ടീഷർട്ടും കടുത്ത ജീൻസുമിട്ട് ആള് പുതിയ രൂപത്തിൽ. മുൻപ് മുണ്ടും ഷർട്ടും മാത്രം ധരിച്ചിരുന്ന അവൻ്റെ പെട്ടെന്നുള്ള മാറ്റം ഇന്ന് എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ ക്ലാസ് തുടങ്ങി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് കോളേജിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും തലവേദനയായ ഗംഗ എന്ന സീനിയർ പെൺകുട്ടിക്ക് പണി കൊടുത്ത് യാതൊരു കൂസലുമില്ലാതെ സസ്പെൻഷൻ വാങ്ങിയ ധീരയോദ്ധാവിനോടുള്ള ആരാധന വേറെയും. പതിവ് പോലെ അവൻ അരികിൽ വന്നിരുന്നപ്പോൾ മനസ്സിലാകെ മഞ്ഞു വീണ പോലെ. എൻ്റെ കണ്ണുകൾ അവനെ തേടി ചെന്നെങ്കിലും ഒരിക്കൽ പോലും എന്നിലേക്ക് അവൻ നോക്കിയില്ല. നിരാശ തോന്നിയെങ്കിലും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ദരിദ്രവാസിയായ ഈ പെണ്ണിനോട് അവന് വെറുപ്പാണെന്ന് എനിക്കറിയാമായിരുന്നു. ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ പുറത്തുപോയ സൂരജ് പിന്നീട് തിരികെ വന്നില്ല. അവനോടൊന്ന് സംസാരിക്കാൻ, ഒരു സോറി പറയാൻ എന്തോ മനസ്സ് വിങ്ങുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും പിടിതരാതെ അവൻ എങ്ങും നിറഞ്ഞാടുന്നു. അടുത്ത ദിവസങ്ങളിലും ഇതെല്ലാം ആവർത്തിച്ചപ്പോൾ നിരാശ വർദ്ധിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ കണ്ണുകൾ എന്നിലേക്ക് തേടി വന്നുവെങ്കിലും ആ മുഖം എന്നോടുള്ള കോപത്താൽ ജ്വലിച്ചിരുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന പോലെ എൻ്റെ ചലനങ്ങളിൽ പോലും ദുഃഖം പടരുന്നത് അവനും അറിയുന്നുണ്ടാകില്ലേ. ഒരിക്കൽ എന്നെ തേടി സിദ്ധുവേട്ടൻ ക്ലാസ്സിൽ വരികയും കോളേജ് ഡാൻസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. കുറച്ചു മുൻപ് വരെ എൻ്റെ അടുത്തിരുന്ന സൂരജ് പെട്ടെന്ന് അപ്രത്യക്ഷമായ പോലെ എനിക്ക് തോന്നി. സിദ്ധുവേട്ടൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം യാന്ത്രികമായി ഞാൻ മറുപടി പറയുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകൾ സൂരജിനെ തേടുകയായിരുന്നു. വൈകുന്നേരം പാർക്കിങ്ങിലേക്ക് നടന്നു പോകുന്ന സൂരജിനടുത്തേക്ക് ഞാൻ വേഗത്തിൽ ഓടിച്ചെന്നു, ഒന്ന് സംസാരിക്കാൻ. നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ അറിയിക്കാൻ. എന്നെ കണ്ടതും ദേഷ്യത്തോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചു പോകുന്നത് വേദനയോടെ ഞാൻ നോക്കി നിന്നു. അവൻ്റെ അവഗണന എന്നെ എന്തുകൊണ്ട് ഇത്രമാത്രം തളർത്തുന്നു? നിലയില്ലാ കയത്തിൽ താഴ്ന്നു പോകാൻ പാകത്തിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവനിലേക്ക് മാത്രം എന്തുകൊണ്ട് എൻ്റെ മനസ്സ് കുഴഞ്ഞു വീഴുന്നു എന്നതിൻ്റെ ഉത്തരം എനിക്ക് അറിയില്ലായിരുന്നു. ചില ദിവസങ്ങളും ആഴ്ചകളും പിന്നെയും കടന്നുപോകെ കോളേജ് ജീവിതം എന്നിലാകെ മടുപ്പുളവാക്കി തുടങ്ങി. അമ്മയോട് പറഞ്ഞാൽ വിഷമവും ഉപദേശവും കൊണ്ട് വീണ്ടും വീർപ്പ് മുട്ടിക്കും എന്നെനിക്ക് അറിയാമായിരുന്നതിനാൽ ഞാൻ മൗനം ഭാവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ആദ്യ സെറ്റ് ഇൻ്റേണൽ ഇവാലുവേഷൻ്റെ എക്സാമിൻ്റെ പേപ്പർ തരികയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയ ഡേവിഡ് സാറാണ് ക്ലാസ്സിൽ. എന്തുകൊണ്ടോ എൻ്റെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടുന്നു. ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും ശരിയുത്തരം എഴുതാത്ത എനിക്ക് ഊഹിക്കാമായിരുന്നു ഇനിയുണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന്. ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ മുന്നിലേക്ക് ചെന്ന് പേപ്പർ വാങ്ങുന്നത് നോക്കി നെഞ്ചിടിപ്പോടെ ഞാൻ എൻ്റെ ഊഴം കാത്തിരുന്നു. സൂരജ് മാധവൻ പേപ്പർ വാങ്ങി അവൻ തിരികെ സീറ്റിലേക്ക് നടന്നു വന്നപ്പോൾ അവനെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിക്കുന്ന ഡേവിഡ് സാറിൻ്റെ മുഖം. അവൻ പഠനത്തിൽ സമർത്ഥനാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പല്ലവി ചന്ദ്രപ്രതാപ് ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു ചെന്നതും വായുവിൽ ഉയർന്നു പൊങ്ങിയ പേപ്പർ നിലത്തേക്ക് തെറിച്ചു വീണു.
ദേഷ്യം നിറഞ്ഞ സാറിൻ്റെ മുഖം ക്ലാസ് റൂമിനെ നിശബ്ദമാക്കി. നടന്നു ചെന്ന് ഒരു മൂലയിൽ പറന്നു വീണ പേപ്പർ എടുത്ത് നിവർത്തിക്കൊണ്ട് സാറിനരികിലേക്ക് നടന്നതും 30-ൽ വെറും 2 മാർക്ക് കിട്ടിയ ആ പേപ്പർ എന്നെ നോക്കി പല്ലിളിക്കുന്നുണ്ടായിരുന്നു. അപമാനഭാരം മൂലം എൻ്റെ തല താഴ്ന്നു. എല്ലാവരും എന്നിലേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. തിരികെ നടക്കാൻ ഒരുങ്ങിയതും ഒരുങ്ങിക്കെട്ടി ക്ലാസ്സിൽ വന്ന് ആരുടെയെങ്കിലും വായിൽ നോക്കിയിരുന്നാൽ മാത്രം പോരാ, 4 അക്ഷരം പഠിക്കണം. എല്ലായിടത്തും കാണും ഇതുപോലെ കുറേ വേസ്റ്റുകൾ, ബാക്കിയുള്ളവരെ മെനക്കെടുത്താൻ. മനസ്സ് മരവിച്ച പോലെ, ഹൃദയത്തിൽ മുള്ളുകുത്തുന്ന വേദന. വേണ്ട, ഞാൻ കരയില്ല. തുറിച്ചു നോട്ടങ്ങളും പുച്ഛവും അവഗണിച്ച് ഞാൻ ബെഞ്ചിലേക്ക് തലകുനിച്ചിരുന്നു. സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ആ മുഖത്തെ ഭാവമാകും എന്നെ കൂടുതൽ തളർത്തുക. ക്ലാസ്സിലെ ഏറ്റവും മോശം വിദ്യാർത്ഥി എന്ന് എന്നെ ഇതിനോടകം തന്നെ മുദ്ര കുത്തി. കോളേജ് കഴിഞ്ഞ് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പതിവില്ലാതെ നല്ല തിരക്കുള്ള ദിവസം. വൈകുന്നേരങ്ങളിൽ മാത്രം വരുന്നതിനാൽ ബില്ലിംഗ് കൗണ്ടറാണ് എനിക്ക്. ഏറി വരുന്ന തിരക്കും വിശ്രമമില്ലായ്മയും എന്നെ തളർത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ തിരക്കൊന്ന് കുറഞ്ഞതായി തോന്നി. മേശയ്ക്ക് മുകളിൽ അവസാനത്തെ കസ്റ്റമർ വെച്ച ചില പെർഫ്യൂമുകളും ഫേസ് വാഷും കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് ബില്ല് കീറിയെടുത്ത് അയാൾക്ക് നേരെ നീട്ടിയതും എനിക്ക് മുന്നിലേക്ക് നീണ്ടുവന്ന 1000-ൻ്റെ നോട്ടും അതിൻ്റെ ഉടമയെയും കാണെ എൻ്റെ കണ്ണുകൾ വിടർന്നു. എൻ്റെ ചുണ്ടിൽ സൂരജിന് വേണ്ടി ഒരു ചിരി വിടർന്നുവെങ്കിലും അപരിചിതയായ ആരെയോ കണ്ട പോലെ അവൻ്റെ മുഖം ഗൗരവത്താൽ മൂടപ്പെട്ടിരുന്നു. എൻ്റെ ചുണ്ടിലെ ചിരി മായുകയും പൈസ വാങ്ങി ബാലൻസ് കൊടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ചുരിദാറിനു മുകളിൽ നീല നിറത്തിലുള്ള നരച്ച ഓവർകോട്ടിലേക്കും പാറിപ്പറന്ന മുടിയിഴകളിലേക്കും അവശയാർന്ന മുഖത്തേക്കും നോക്കുന്ന അവനെ കണ്ട് എനിക്ക് ജാള്യത തോന്നിപ്പോയി. പെട്ടെന്ന് തന്നെ നോട്ടം പിൻവലിച്ച് സാധനവുമെടുത്ത് ഒരു വാക്ക് പോലും മിണ്ടാതെ അവൻ പുറത്തേക്ക് പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ക്ലാസ് ഇല്ലാത്തതിനാൽ അമ്മയ്ക്കു പകരം ദേവർ മഠത്തിലേക്ക് പോകാൻ ഞാൻ റെഡിയായി ഇറങ്ങി. പാചകത്തിൽ അമ്മയെപ്പോലെ ഞാൻ സമർത്ഥ അല്ലെങ്കിലും ആ കൈപുണ്യം എനിക്കും പകർന്നു കിട്ടിയിരുന്നു. ദേവർ മഠത്തിൻ്റെ വലിയ പടിപ്പുര കടന്ന് അകത്തേക്ക് കയറിയതും പുറത്ത് പതിവില്ലാതെ കുറേ അധികം വാഹനങ്ങളും അകത്തുനിന്നും ചിരിയും കളിയും ബഹളങ്ങളും കേൾക്കുന്നുണ്ട്. അകത്തേക്ക് കടന്ന് ഞാൻ പിന്നാമ്പുറത്ത് കൂടി അടുക്കളയിലേക്ക് കയറവേ പുറംപണിക്ക് നിൽക്കുന്ന ഭവാനിയമ്മ തിണ്ണയിലിരുന്ന് പഴുത്ത വരിക്കച്ചക്ക മുറിച്ച് പ്ലേറ്റിലേക്ക് വെക്കുന്നു. ഇന്ന് സീതക്കുഞ്ഞു വന്നില്ലേയോ പവിമോളെ? മോണ കാട്ടി ചിരിക്കുന്ന ആ മുഖം ഞാൻ കൗതുകത്തോടെ നോക്കി ചിരിച്ചു. അതെന്താ ഭവാനിയമ്മേ, ഈ പല്ലവിക്ക് ഇങ്ങോട്ട് വന്നുകൂടാന്നുണ്ടോ? കുസൃതിയോടെ ഞാനത് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി. അകത്തേക്ക് കയറിയതും ആദിയേട്ടൻ്റെ അമ്മ അടുക്കളയിൽ എന്തോ ധൃതി കൂട്ടുന്നുണ്ട്. ആഹാ, നീയാണോ ഇന്ന് വന്നത്? മോളെ, ആദിയുടെ ചെറിയച്ഛനും മക്കളുമൊക്കെ US-ൽ നിന്നും വന്നിട്ടുണ്ട്. അവരെ കൂടാതെ വേറെ ചിലരുണ്ട്. എല്ലാം പെട്ടെന്നാകണം, എല്ലാവരും ഊണിനുണ്ടാകും. ആദിയേട്ടൻ്റെ അമ്മ ബാമേച്ചി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ഒരു ട്രേയിൽ ജ്യൂസുമായി പുറത്തേക്ക് പോയി. ആരുടെയൊക്കെയോ കാര്യം പറഞ്ഞുവെങ്കിലും അവരെയൊന്നും എനിക്ക് പരിചയമില്ലാത്തതിനാൽ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ എൻ്റെ ജോലി തുടങ്ങി. വീണ്ടും അകത്തുനിന്നും നല്ല ബഹളം കേൾക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ പൊട്ടിച്ചിരിയാണ് മുന്നിൽ. എന്താണാവോ ഇത്രയ്ക്ക് ഉച്ചത്തിൽ? കുറേ നാൾ കൂടി പരസ്പരം കാണുന്നത് കൊണ്ടാകാം ഇത്ര സന്തോഷം, ഞാൻ ഓർത്തു. പെട്ടെന്നെന്തോ സൂരജിൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അനാവശ്യ ചിന്തകളെ ശാസിച്ചു നിർത്താൻ ഞാൻ പണിപ്പെട്ടു. സീതേ? മുത്തശ്ശിയുടെ ഒച്ചയാണ്. സീതയല്ല മുത്തശ്ശി, ഇന്ന് പല്ലവിയാണ്. അമ്മയ്ക്ക് ഞാനിന്ന് റെസ്റ്റ് കൊടുത്തു. ലിവിംഗ് റൂമിലേക്ക് തുറക്കുന്ന വാതിലിലേക്ക് ചെന്ന് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു. നീയാണോ ഇന്ന് വന്നേ? ഇന്ന് കോളേജ് ഇല്ലായിരുന്നു മുത്തശ്ശി, അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ആ മോളെ, ഞാൻ മറന്നു, അലക്കി വെച്ച എൻ്റെ തുണിയൊന്നും വിരിച്ചിട്ടില്ല. അപ്പോഴേക്കും ഇവരൊക്കെ കയറി വന്നു. മോൾ അതൊന്നെടുത്ത് ടെറസിലേക്ക് വിരിച്ചേക്ക്. പ്രായം മറന്ന ചുറുചുറുക്കോടെ മുത്തശ്ശി അത് പറഞ്ഞതും ഞാൻ സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട സന്തോഷം ആ മുഖത്ത് ശോഭ കൂട്ടിയിട്ടുണ്ട്. നീണ്ടുകിടക്കുന്ന ധാവണിയുടെ തുമ്പിനൊപ്പം പാവാടയും അല്പം ഉയർത്തി ഞാൻ ഇടുപ്പിലേക്ക് കുത്തിവെച്ചു. 2 കൈകളിലും നനഞ്ഞ തുണികൾ നിറച്ച ബക്കറ്റുകളുമായി ഞാൻ ആ വലിയ വീടിൻ്റെ 3-ാം നില കഴിഞ്ഞുള്ള ടെറസിന് മുകളിലേക്ക് പോകാൻ പടവുകൾ കയറി. കിതപ്പോടെ അവസാന പടികളും കയറി ഒന്ന് വിശ്രമിക്കാനായി ഞാൻ ഒരു പടിയിലേക്കിരുന്നു. പരന്നു കിടക്കുന്ന ആ വലിയ ടെറസിൻ്റെ ഒരു വശത്തായി അഴലിൽ ഞാൻ തുണികൾ വിരിച്ചിട്ടു.
നിവർത്തിയിട്ടപ്പോൾ നനഞ്ഞ തുണികളിൽ നിന്നും ഇറ്റുവീണ ജലത്തുള്ളികൾ ധാവണി മുഴുവൻ നനച്ചു. ഇതേ സമയം ടെറസിൻ്റെ മറ്റൊരു മൂലയിൽ ദേവർ മഠത്തിലെ ഇളമുറ തമ്പ്രാക്കന്മാർ മദ്യസേവയിലാണ്. അതായത് US-ൽ നിന്നും വന്ന അശോകൻ്റെ 2 ആൺമക്കളും അയാളുടെ ഇളയ അനുജന്മാരുടെ ആൺമക്കളും അടങ്ങിയ 8ഓളം ചെറുപ്പക്കാർ. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളിൽ ഈ ചെറിയ സന്തോഷത്തിന് അവിടെ എല്ലാവർക്കും മൗനസമ്മതമായിരുന്നു. കൂട്ടത്തിൽ ദേവർ മഠത്തിൽ ഊർമിളയുടെ മകൻ സൂരജും ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ അല്പം നരമ്പനാണ് അശോകൻ്റെ മൂത്ത മകൻ വിശ്വജിത്ത് എന്ന വിശ്വൻ. ചിരിച്ചും കളിച്ചും തമ്മിൽ കളിയാക്കിയും തള്ളിയും അവർ എൻജോയ് ചെയ്യുകയാണ്. ഇടയ്ക്കെപ്പോഴോ വിശ്വന് ഒരു കാൾ വരികയും അവൻ കൂട്ടത്തിൽ നിന്നും അല്പം മാറി നിന്ന് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്രതീക്ഷിതമായി ടെറസിൻ്റെ മറ്റൊരു മൂലയിൽ തുണി വിരിച്ചിടുന്ന ധാവണിയുടുത്ത സുന്ദരിയായ പല്ലവിയെ അവൻ്റെ കണ്ണിൽപ്പെട്ടു. ചുണ്ടിൽ എരിയുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടിക്കെടുത്തി അവൻ അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവൾ ഇതൊന്നും അറിയാതെ തൻ്റെ ജോലിയിലായിരുന്നു. പെട്ടെന്നാരോ പിന്നിൽ നിന്നും എൻ്റെ വയറിലേക്ക് വട്ടം ചുറ്റിപ്പിടിച്ചു. എന്നെ എടുത്തുയർത്തി വട്ടം കറക്കി. ശ്വാസം പോലും എടുക്കാനാകാതെ ഭയത്തിൽ വിറച്ചു ഞാൻ കുതറി. ആ ബലിഷ്ഠമായ കൈകൾ എൻ്റെ വയറ്റിൽ അമരുന്നത് എന്നിൽ പുഴുവരിക്കുന്ന പോലെ അസ്വസ്ഥത പടർത്തി. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം എന്നിലേക്ക് ഇരച്ചു കയറിയതും ഭയം ഇരട്ടിപ്പിച്ചു. സർവശക്തിയുമെടുത്ത് ആ കരവലയത്തിൽ നിന്നും നിലത്തേക്ക് ഞാൻ കുതറി വീണു. മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അപരിചിതനായ ചെറുപ്പക്കാരനെ ഞാൻ ഭീതിയോടെ നോക്കി. എൻ്റെ നനഞ്ഞ ധാവണിയും എടുത്തുകാട്ടുന്ന അഴകളവുകളും അവൻ്റെ കണ്ണുകൾ തിന്നുകയായിരുന്നു. ഞാൻ രക്ഷപ്പെടാനായി പെട്ടെന്ന് പടവുകൾ ഇറങ്ങാൻ തുടങ്ങിയതും അവൻ്റെ കൈകൾ എൻ്റെ കൈത്തണ്ടയിൽ മുറുകി. അങ്ങനെ അങ്ങ് പോയാലോ? വിട്, എന്നെ വിടാൻ, എനിക്ക് പോകണം. അയാളുടെ വന്യമായ നോട്ടത്തിനു മുന്നിൽ ചെറുത്തു നിൽക്കാനാകാതെ ഞാൻ ശബ്ദമുയർത്തി. നീ ഇവിടുത്തെ സെർവൻ്റ് ആണോ? ആ അതെ. എൻ്റെ കയ്യിന്ന് വിട്, എനിക്ക് പോണം. എൻ്റെ കണ്ണുകൾ ഉരുകിയൊലിച്ച് കവിളുകൾ നനച്ചു. എൻ്റെ ദയനീയമായ നോട്ടത്തിനു മുന്നിൽ അയാളുടെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു. അടുത്ത നിമിഷം എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അയാൾ മുന്നോട്ട് നടന്നു. എൻ്റെ പ്രതികരണങ്ങൾ വിഫലമായി. കുറച്ച് മുന്നോട്ട് പോയി അയാൾ എന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് മുന്നിലേക്ക് കൊണ്ടു നിർത്തി. പരിചയമുള്ള ചില മുഖങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിലും ഒരു തമാശ കണ്ട പോലെ ചിരിച്ചുകൊണ്ട് അവർ എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഭയത്താൽ സജലമായ എൻ്റെ മിഴികളും വിറയ്ക്കുന്ന ശരീരവും അവർക്ക് മുന്നിൽ ഒരു കാഴ്ച വസ്തുവായി മാറി. ആ കൂട്ടത്തിൽ അവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന പരിചിതമായ എൻ്റെ മനസ്സിൽ തറച്ച ആ മുഖം കാണെ ഞാൻ ഉറക്കെ വിളിച്ചു, സൂരജ്. ഒരു ഞെട്ടലോടെ അവൻ തലയുയർത്തിയതും കൺമുന്നിൽ കരഞ്ഞുകൊണ്ട് ദയനീയമായി നിൽക്കുന്ന എന്നെ കണ്ട് ആ മുഖത്ത് ഞെട്ടൽ പ്രകടമായി. പരിഭ്രമത്തോടെ കോപത്താൽ വിറച്ചുകൊണ്ടവൻ ചാടി എഴുന്നേറ്റു. വിശ്വൻ അടക്കം മറ്റുള്ളവർ സൂരജ് എന്ന എൻ്റെ വിളിയിൽ സംശയത്തോടെ ഞങ്ങൾ ഇരുവരെയും മാറി മാറി നോക്കി. നോക്കടാ, ഒരു ഉഗ്രൻ പീസ്, വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി. ഒരു പ്രത്യേക ഭാവത്തോടെ വിശ്വൻ പൊട്ടിച്ചിരിച്ചു. വിടടാ അവളെ. ഒരലർച്ചയോടെ പിറകിൽ നിന്നും ആദിയേട്ടൻ പാഞ്ഞു വന്ന് വിശ്വനെ തള്ളി മാറ്റി. ദേഷ്യത്താൽ അടിമുടി വിറച്ചു നിൽക്കുന്ന ആദിയേട്ടനടുത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ സമാധാനിപ്പിക്കാനെന്നോണം ആദിയേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നിന്റെ തോന്നിവാസമൊക്കെ ഈ വീടിൻ്റെ പടിക്ക് പുറത്ത് നിർത്തിക്കോണം, എല്ലാം. സൗമ്യനായ ആദിയേട്ടനിൽ നിറഞ്ഞാടുന്ന ഉഗ്രകോപിയെ ഞാൻ ആദ്യമായി കണ്ടു. കേവലം ഒരു വേലക്കാരിക്ക് വേണ്ടി നീ ഇത്രയ്ക്ക് തിളയ്ക്കേണ്ട കാര്യമില്ല ആദി. ഞാനൊരു തമാശയ്ക്ക്. വിശ്വൻ്റെ സ്വരം ഉയർന്നു. ആടാ, ഇവള് വേലക്കാരിയാ, അന്തസ്സായി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു പാവം. എന്നുവെച്ച് നിന്റെ അമേരിക്കൻ ചെറ്റത്തരം കൊണ്ടിറങ്ങിയാൽ അടിച്ച് നിന്റെ പരിപ്പിളക്കും ഞാൻ, ഓർത്തോ. വിശ്വന് നേരെ ചൂണ്ടുവിരൽ വിറപ്പിച്ച് ആദിയേട്ടൻ അത് പറഞ്ഞതും അവൻ പരുങ്ങലോടെ തല കുനിച്ചു. പവി, നീ പൊക്കോ, പേടിക്കണ്ട കേട്ടോ. ആദിയേട്ടൻ എൻ്റെ തോളിൽ തട്ടി അത് പറഞ്ഞപ്പോൾ നന്ദിയോടെ നോക്കിക്കൊണ്ട് ഞാൻ പോകാനായി തിരിഞ്ഞതും വിശ്വനെ ചുട്ടിരിക്കാനുള്ള കോപത്താൽ വിറയ്ക്കുന്ന മുഖവും കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന സൂരജിനെ കാണെ എൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഞാൻ അമർത്തി തുടച്ചുകൊണ്ട് പടികളിറങ്ങി.
വിങ്ങുന്ന മുഖവും കലങ്ങിയ കണ്ണുകളുമായി ഭയന്നു വിറച്ച് തൻ്റെ പേര് വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു പാവം പെൺകുട്ടിയുടെ മുഖം സൂരജിൻ്റെ നെഞ്ചു തുളച്ചു ആഴ്ന്നിറങ്ങി. അലിവോടെ അവൻ്റെ ചുണ്ടുകൾ ആദ്യമായി പല്ലവി എന്ന് മന്ത്രിച്ചു. വിറയ്ക്കുന്ന ചുവടുകളോടെ താഴേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോഴും നിയന്ത്രിക്കാനാകാത്ത സങ്കടം എന്നിൽ അണപൊട്ടിയൊഴുകുകയായിരുന്നു. കരഞ്ഞു വീർത്ത മുഖവും ഇനിയും കണ്ണീരടങ്ങാത്ത കണ്ണുകളുമായി അടുക്കളയിലേക്ക് കിതപ്പോടെ ഓടിക്കയറിയപ്പോൾ ഭവാനിയമ്മ ആശങ്കയോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. വയറിനു മീതെ കുരുക്കിട്ട അയാളുടെ കൈകൾ സ്പർശിച്ചിടം പൊള്ളി ഉയരുന്ന പോലെ. ആ കൈകൾ ഈ നിമിഷവും അടർത്തി മാറ്റപ്പെട്ടിട്ടില്ലാത്ത പോലെ വയറിനു മീതെ ഭാരം അനുഭവപ്പെടുന്നു. വാശിയോടെ ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഞാൻ അവിടം അമർത്തി തുടച്ചു. അവൻ്റെ കൈകൾ അമർന്ന എൻ്റെ കൈത്തണ്ടയിൽ ചുവപ്പ് കലർന്ന് തിണിർത്തിരുന്നു. കാണും തോറും ആ നിമിഷത്തിൻ്റെ ഓർമ്മകൾ എന്നിൽ ആർത്തലച്ചു പെയ്യാനൊരുങ്ങുന്നതായി ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ അഭിമാനമായത് കൊണ്ടാകാം ആ ക്ഷതത്തിൽ നിന്നും രക്തം ഇറ്റുവീണ് ഈ നിമിഷവും എന്നിൽ വേദന പടരാൻ കാരണമാകുന്നത്. മുഖം കഴുകി ധാവണിത്തുമ്പിൽ കണ്ണുകൾ അമർത്തി തുടച്ചു. ഞാൻ അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങിയതും എന്നിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി ബാൽക്കണിയിലെ കൈവരികളിൽ ചാരി നിൽക്കുന്ന സൂരജിനെ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ദരിദ്രവാസി പെണ്ണ്. കർണപടങ്ങളിൽ ആഞ്ഞടിക്കുന്ന അവൻ്റെ വാക്കുകൾ ആത്മനിന്ദയോടെ ഓർമ്മയിലേക്ക് വീണ്ടും ഒഴുകി വരുന്നു. ആദ്യമായി അവനോടുള്ള ദേഷ്യം ഉള്ളിൽ എരിഞ്ഞു കത്താൻ തുടങ്ങി. നിവൃത്തികേടുകൊണ്ട് കെട്ടിയാടുന്ന ഈ വേഷവിധാനങ്ങൾ അഴിച്ചെറിഞ്ഞ് ദൂരേക്ക് ഓടിയൊളിക്കണം. ഈ വേഷപകർച്ചകൾ ഓരോന്നും മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഏതോ ഒരു നെറികെട്ടവൻ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഞാൻ ഇത്രയും തളർന്നു പോകേണ്ട കാര്യമെന്ത്? ചിന്തകൾ നീരാളിയെപ്പോലെ എന്നെ വരിഞ്ഞു മുറുക്കിയപ്പോൾ സ്വയം ധൈര്യപ്പെടാനെന്നോണം ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഉള്ളിൽ അലയടിക്കുന്ന സങ്കടങ്ങൾക്കിടയിലും ഞാൻ അടുക്കള ജോലികളിൽ വ്യാപൃതയായി. പലപ്പോഴായി അടുക്കളയിലേക്ക് വന്ന ബാമ്മേച്ചിയും മുത്തശ്ശിയുമൊക്കെ ചോദിക്കുന്നതിന് ഞാൻ യാന്ത്രികമായി മറുപടി കൊടുത്തു. ഇടയ്ക്കെപ്പോഴോ ആരോ എന്നിലേക്ക് ശ്രദ്ധിക്കുന്നു എന്ന തോന്നലിൽ തിരിഞ്ഞു നോക്കിയതും കട്ടളപ്പടിയിൽ ചാരി എന്നെ നോക്കി നിൽക്കുന്ന സൂരജിനെ കണ്ട് ഞാൻ അമ്പരന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. മുഖത്ത് ഗൗരവമായിരുന്നെങ്കിലും മുൻപ് ആക്ഷേപിക്കാൻ മാത്രം ഉയർത്തിയ ആ ശബ്ദം ഇന്ന് ശാന്തമായിരുന്നു. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അവന് നേരെ നീട്ടിയപ്പോൾ കരഞ്ഞു കലങ്ങിയ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. നീ വിഷമിക്കണ്ടാട്ടോ. ഒഴിഞ്ഞ ഗ്ലാസ് എൻ്റെ കൈകളിലേക്ക് തന്ന് മറ്റെവിടേക്കോ നോക്കി പറഞ്ഞുകൊണ്ടവൻ അപ്രത്യക്ഷമായപ്പോൾ സഹതാപമാണോ സാന്ത്വനമാണോ അവൻ്റെ വാക്കുകളിൽ അലയടിച്ചതെന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ദേവർ മഠത്തിൻ്റെ പടികളിറങ്ങുമ്പോൾ ജീവിതമാകുന്ന പുസ്തകത്താളുകളിലേക്ക് ഒരിക്കലും മായാത്ത മഷിത്തണ്ടിനാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ കേറി വരച്ചിട്ടു. വിഷാദം ഇറ്റുവീഴുന്ന എൻ്റെ മുഖഭാവത്തെ മനസ്സിലാക്കിയ അമ്മയുടെ ആദിയോടെയുള്ള ചോദ്യങ്ങൾക്ക് പതിവ് ശൈലിയിൽ നുണ പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് കയറി. ആ ചലനമറ്റ കൈകൾ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് മൗനമായി ഞാനിരുന്നു. സങ്കടങ്ങളെല്ലാം എന്നിൽ തുടങ്ങി എന്നിലേക്ക് തന്നെ അവസാനിക്കട്ടെ. കൈപ്പേറിയതൊന്നും പകർന്നു കൊടുത്ത് ആസ്വദിക്കേണ്ടതല്ലല്ലോ. പണ്ട് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ള സുരക്ഷിതത്വം ഇന്ന് ആ കൈകളുടെ ചൂടിനാൽ എനിക്ക് ലഭിക്കുമെങ്കിലോ? അവശതയോടെ കണ്ണു തുറന്ന് അച്ഛൻ എന്നെ നോക്കിക്കിടന്നു. ഇടയ്ക്കെപ്പോഴോ പതിവ് പോലെ സൂരജിൻ്റെ മുഖം ഒരു പ്രഹേളിക പോലെ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നുപോയി. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ മറ്റൊരറ്റത്ത് നേരത്തെ ഇരിപ്പുറപ്പിച്ചു മൊബൈലിൽ തോണ്ടിയിരിക്കുന്ന സൂരജിനെ ഞാൻ ഒരു വേള നോക്കി നിന്നു. ഗൗരവത്തോടെ മുഖമുയർത്തി പിരികം പൊക്കി എന്താ എന്ന് ചോദിച്ചതും മുഖം വെട്ടിച്ച് ഒരു ചെറു ചമ്മലോടെ ഞാനിരുന്നു. പാറിപ്പറക്കുന്ന നീണ്ട മുടിയിഴകളും കരഞ്ഞു വീർത്ത കണ്ണുകളും മുഖത്തെ ക്ഷീണമൊക്കെ എന്നിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മേശമ്മേൽ താളം പിടിക്കുന്ന അവളുടെ നീണ്ട വിരലുകളും കറുത്ത കുപ്പിവളകൾ അണിഞ്ഞ് പൊടിരോമങ്ങൾ നിറഞ്ഞ വെളുത്ത കൈകളും അവൻ ഇമചിമ്മാതെ നോക്കിയിരുന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളുടെ ലക്ഷ്യസ്ഥാനം ശ്രദ്ധിച്ച് ജാള്യതയോടെ കൈകൾ പിൻവലിച്ചപ്പോൾ കണ്ണിൽ കുസൃതി ചിരിയോടെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ്റെ മാറ്റത്തെ ഞാൻ അത്ഭുതത്തോടെ നോക്കി.
താടിരോമങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന ആ ചുണ്ടുകളിൽ ആദ്യമായി എനിക്ക് വേണ്ടി ഒരു ചെറുപുഞ്ചിരി വിടർന്നിരുന്നു. വർഷങ്ങളുടെ ഇടവേളകളിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി പോലെ വിലസിയ ആ പുഞ്ചിരി ഞാൻ അറിയാതെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തിനെയോ കാലം എന്നിലേക്ക് ചേർത്തു വെക്കാൻ ഒരുങ്ങുന്നതിൻ്റെ തെളിവാണതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അർഹതയില്ലാത്തതിനെ കൈയെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ കനൽച്ചൂള പോലെ വെന്തു നീറ്റുമെന്ന് ആ നിമിഷത്തിൽ ഞാൻ ഓർത്തതുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവഗണന മാത്രം തന്നിരുന്ന അവനിൽ നിന്നും ഒരു നോട്ടമോ കണ്ണിലൊളിപ്പിച്ച ചിരിയോ എന്നിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തേടിവരുന്നത് ഞാനറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മാറ്റമില്ലാതിരുന്നത് മാറ്റങ്ങൾക്ക് മാത്രമായിരുന്നു. ശാന്തമായ ജലാശയത്തിന് നടുവിൽ അകപ്പെട്ട പങ്കായമില്ലാത്ത തോണി പോലെ ഞാനും എൻ്റെ ജീവിതവും ദിശയറിയാതെ അലകളുടെ ഒഴുക്കിനാൽ പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ഏറ്റവും അസഹനീയമായ അവസ്ഥ എന്നാൽ ഒറ്റപ്പെടലാണെന്ന് ഓരോ കോളേജ് ദിവസങ്ങളിലും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ സൂരജിൻ്റെ ഒരു നോട്ടം പോലും വെന്തുപോകുന്ന ചൂടിൽ ഇറ്റുവീഴുന്ന നീർത്തുള്ളി പോലെ എന്നിൽ ആശ്വാസം പകർന്നു തന്നു. അങ്ങനെയിരിക്കെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ വിദ്യാർത്ഥി കൂടി വന്നു ചേർന്നു. പെൺകുട്ടികളുടെ നിരയിലെ അവസാനത്തെ ബെഞ്ചിൻ്റെ മൂലയിൽ കൂനിക്കൂടി പേടിയോടെ ഇരിക്കുന്ന ആ മുഖം കാണെ എൻ്റെ ആദ്യ കോളേജ് ദിനത്തിൻ്റെ വിസ്മൃതിയിൽ പുഞ്ചിരിയോടെ ഞാൻ അലിഞ്ഞു നിന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ പരിചയപ്പെടാൻ അവൾക്കു മുന്നിൽ ആളുകൾ തിരക്കു കൂട്ടുന്നത് കണ്ട് എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നി. ആരെയും എന്നിലേക്ക് അടുപ്പിക്കാത്ത വിധം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ആ വലയം എന്നെ ജീവിതത്തിൽ ഇത്രയ്ക്ക് സ്വാധീനിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു നിമിഷം ആ തിരക്കുകളിലേക്ക് മിഴിനട്ട് പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. മനസ്സ് വായിച്ച പോലെ അങ്ങേയറ്റത്ത് എന്നിലേക്ക് നീളുന്ന സൂരജിൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. തിരികെ വന്നപ്പോൾ ഫ്രീ പീരീഡ് ആണെന്നറിഞ്ഞു. പുതിയ കുട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൾ കലങ്ങിയ കണ്ണുകളുമായി നിസ്സഹായതയോടെ തല കുനിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൾക്കരികിലേക്ക് പോയി അടുത്തേക്കിരുന്നപ്പോൾ തലയുയർത്തി അവൾ എന്നെ നോക്കി. മാലാഖ പോലൊരു പെണ്ണ്, ചെറിയ മുഖവും തോളപ്പം വെട്ടിയിട്ട മുടിയും കഴുത്തിലെ കൊന്തമാലയും വല്ലാതെ ആകർഷണം തോന്നുന്നു അവളോട്. എന്നെ കണ്ടതും ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്തേ വിഷമിച്ചിരിക്കുന്നേ? എന്തിനാ താൻ കരയണേ? അവളുടെ കരം കവർന്നുകൊണ്ട് ഞാൻ ശാന്തമായി ചോദിച്ചതും ചിരിയോടെ ഒന്നുമില്ല എന്നവൾ തലയാട്ടി. ഞാൻ പല്ലവി. എന്താ തൻ്റെ പേര്? ഒറ്റപ്പെടലിൽ സൗഹൃദം തേടി ചെന്ന പോലെ ഞാൻ അവളെ പറ്റി തിരക്കി. അടുത്ത നിമിഷം അവൾക്ക് മുന്നിലെ നോട്ട്ബുക്ക് തുറന്ന് എനിക്ക് നേരെ നീട്ടി. ഉരുണ്ട ലിപികളിൽ എഴുതിയ ആ അക്ഷരങ്ങൾ ഞാൻ കൂട്ടി വായിച്ചു. ജെനി ലൂക്കോ. ഒപ്പം കൈകൾ ഉയർത്തി അവൾ ആംഗ്യഭാഷകളോട് സംസാരിക്കുന്നത് ഞാൻ പ്രജ്ഞയറ്റവളെ പോലെ നോക്കിയിരുന്നു. പലതരം ആംഗ്യങ്ങളിലൂടെ അവൾ ഊമയാണെന്ന സത്യം എന്നെ മനസ്സിലാക്കിപ്പിച്ചതും നെഞ്ചിലേക്ക് ഒരു നോവ് വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് സംയമനം പാലിച്ചുകൊണ്ട് അവൾക്ക് നേരെ പുഞ്ചിരിയോടെ ഞാൻ സംസാരിച്ചു തുടങ്ങി. എന്തൊക്കെയോ തിരിച്ചു പറയുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാകുന്നത് കണ്ടിട്ട് ബുക്കിൽ എഴുതി കാണിക്കുന്നുണ്ട് പാവം. അവൾ പെട്ടെന്ന് എന്നോട് അടുക്കുന്നതും വെയിലിൽ തണൽ തേടി അലയുന്ന വഴിയാത്രക്കാരനെ പോലെ എന്നിലേക്കവൾ ആശ്രയം തേടുന്നതും ഞാൻ മനസ്സിലാക്കി. അവളുടെ കുറവുകളിൽ മറ്റുള്ളവർ അകറ്റി നിർത്തിയപ്പോൾ എന്നിൽ വേരൂന്നിയത് അവളോടുള്ള സൗഹൃദവും കരുതലുമായിരുന്നു. ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ കുടുംബത്തിലെ പള്ളിക്കപ്പ്യാരായ ലൂക്കോസിൻ്റെയും ആനിയമ്മയുടെയും ഇളയ മകൾ. ജെനിയുടെ മൂത്ത സഹോദരൻ അലോഷി വീടിനോട് ചേർന്ന് ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടത്തുന്നു. ദിവസങ്ങൾ കഴിയുംതോറും ജെനി എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി വളർന്നു. ക്ലാസ്സിൽ സൗഹൃദങ്ങളില്ലാതെ നിശബ്ദയായി ഒരു മൂലയിൽ തള്ളപ്പെട്ട ഞാനുമായി അവൾ എത്ര വേഗത്തിലാണ് ഇണങ്ങിയത്. ചില കാര്യങ്ങളിൽ എൻ്റെ തനി പകർപ്പാണവൾ. പേടിയും ദുർബലതയും അടിമയാക്കിയ മനസ്സ്. എന്നാൽ ജെനി പഠനത്തിൽ മിടുക്കിയും ഒന്നാമയുമാണ് എന്നത് അധ്യാപകരുടെ മനസ്സിലും വിദ്യാർത്ഥികളിലും തന്നെ തള്ളപ്പെട്ടവരിലും അവൾ വേഗത്തിൽ ഇടം നേടി. എന്നാൽ അവൾക്ക് പ്രിയപ്പെട്ടവൾ എന്നും ഞാനായിരുന്നു. എന്തോ മനസ്സ് നിറയുന്ന ഒരു അനുഭൂതി എന്നെ പൊതിഞ്ഞു.
തന്നെ താനായി സ്നേഹിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സൗഹൃദം. അവളുടെ ആംഗ്യഭാഷ വേഗത്തിൽ പഠിച്ചെടുത്ത എനിക്ക് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. വീട്ടിൽ പോയാൽ വാ തോരാതെ പറയാൻ ജെനിയുടെ വിശേഷങ്ങൾ മാത്രമാണ് എനിക്ക്. അമ്മ പോലും അതിശയത്തോടെ കേട്ടിരിക്കും. എൻ്റെയും ജെനിയുടെയും സൗഹൃദം പലർക്കും ആശ്ചര്യമായിരുന്നു. ആരോടും മിണ്ടാത്ത, സഹകരിക്കാത്ത, ഉൾവലിഞ്ഞ് സ്വഭാവക്കാരിയായ എന്നോട് മാത്രം പറ്റിച്ചേർന്ന് നടക്കുന്ന ജെനിയെയും ഞങ്ങളുടെ സൗഹൃദത്തെയും എല്ലാവരും കൗതുകത്തോടെ കണ്ടു. അവൾക്കൊപ്പം ഒരേ ബെഞ്ചിൽ ഇരിക്കാൻ ക്ഷണിക്കുമെങ്കിലും സൂരജിനൊപ്പം ആ ബെഞ്ചിൻ്റെ അറ്റത്തു നിന്നും അകന്നു മാറാൻ എനിക്ക് തീരെ കഴിയുമായിരുന്നില്ല. ഒഴിവ് സമയങ്ങളിലെല്ലാം അവൾക്കൊപ്പമാണ്. സ്ഥിരമായി നോട്ടുകൾ എഴുതാത്തതിനും അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാത്തതിനും എന്നെ പലപ്പോഴായി നിർദാക്ഷിണ്യം ക്ലാസ്സിൽ നിന്നും ഇറക്കിവിടുന്നത് പതിവായതിനാലാകാം, എനിക്കുള്ള നോട്ടുകളും ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും എല്ലാം ജെനി എനിക്ക് വേണ്ടി എഴുതി സഹായിക്കും. നിഷേധിച്ചെങ്കിലും കൂസലില്ലാതെ എനിക്ക് വേണ്ടി സഹായിക്കാൻ എൻ്റെ സമ്മതം പോലും അവൾക്ക് വേണ്ടായിരുന്നു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിലും പ്രാരാബ്ധങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന, ലക്ഷ്യബോധമില്ലാത്ത ദുരന്ത ജീവിതമാണ് എനിക്കെന്ന് അവൾ ഏറെക്കുറെ ഊഹിച്ചു കാണണം. സൂരജിന് ഈയിടെയായി പഴയ പോലെയല്ല. ജെനിയുമായി ഞാൻ കൂട്ടായതിന് ശേഷം എപ്പോഴും ഗൗരവമാണ്. ഒരിക്കൽ പോലും ആ കണ്ണുകൾ എന്നെ തേടി വരാത്ത വിധം അവഗണനയുടെ പുതപ്പണിയുന്നത് വീണ്ടും എൻ്റെ സന്തോഷം കവർന്നെടുത്തു തുടങ്ങി. ഉച്ചഭക്ഷണമെല്ലാം ജെനിയോടൊപ്പമാണ് കഴിക്കുന്നത്. അവളുടെ അമ്മച്ചി സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുത്തുവിടുന്ന പാലപ്പവും ചിക്കൻ സ്റ്റൂവും എനിക്ക് പ്രിയപ്പെട്ടതാകുമ്പോൾ എൻ്റെ ചുട്ടരച്ച ചമ്മന്തിയും വാഴക്കൂമ്പ് തോരനുമൊക്കെ അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം. ഒരു വൈകുന്നേരം കോളേജ് വിട്ട് ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ റോഡിന് എതിർവശത്തായി ഒരു ബൈക്കിൽ ഹെൽമെറ്റും വെച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ കാണെ സന്തോഷത്തോടെ എൻ്റെ കൈയും കൂട്ടിപ്പിടിച്ച് ജെനി റോഡ് മുറിച്ച് കടന്ന് അയാൾക്കരികിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയി. ഞങ്ങളെ കണ്ടതും അയാൾ ഹെൽമെറ്റ് ഊരി മാറ്റി. നീല നിറമുള്ള ഷർട്ടും ജീൻസും ഇട്ട, കട്ട മീശയും ഉറച്ച ശരീരവുമുള്ള 28 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. കണ്ണിൽ ചിരിയും മുഖത്ത് പരുക്കൻ ഭാവവും. ഡ്രസ്സിൽ മുഴുവൻ ഗ്രീസും ഓയിലും പടർന്ന് ആകെ മുഷിഞ്ഞിട്ടുണ്ട്. ആളെന്നെ നോക്കാതെ ജെനിയുടെ ബാഗ് കയ്യിൽ നിന്നും വാങ്ങി. അവളുടെ ചാച്ചൻ അലോഷിയാണതെന്നും എന്തോ ആവശ്യത്തിന് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വർക്ക്ഷോപ്പിൽ നിന്നും ആള് നേരിട്ട് വന്നതാണെന്നൊക്കെ ആളറിയാതെ അന്തിച്ചു നിൽക്കുന്ന എന്നെ ജെനി തന്നെ എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു.